1934 കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ച ശേഷം തിരൂരങ്ങാടി കേന്ദ്രമാക്കി ഈ ഇസ്ലാഹി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്തു തന്നെയാണ് കേരളത്തിൽ രാഷ്ട്രീയമായി ചിന്താരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ മുസ്ലിം സമുദായത്തിൽ ദൃശ്യമാകുന്നത്. ആ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് 1937 സർവേന്ത്യാ മുസ്ലിം ലീഗ് തലശ്ശേരിയിൽ രൂപീകരിക്കപ്പെട്ടത്. 1937 സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ആദ്യത്തെ ശാഖ തലശ്ശേരിയിൽ രൂപീകരിക്കപ്പെടുകയാണ്. ആ ശാഖ തലശ്ശേരിയിൽ രൂപീകരിക്കപ്പെടുമ്പോൾ അതിന്റെ തലപ്പത്തുള്ള ആളുകളുടെ പേരുകൾ നമ്മൾ കൃത്യമായി വായിക്കണം. ഒന്നാമത്തെ പേര് ഹാജി അബ്ദുൽ സത്താർ ഇസ്ഹാഖ് സേഠ് സാഹിബ് എന്നാണ്. രണ്ടാമത്തെ പേര് ബി പോക്കർ സാഹിബ് എന്നാണ്. മൂന്നാമത്തെ പേര് KM സീതി സാഹിബ് എന്നാണ്. നാലാമത്തെ പേര് PV മുഹമ്മദ് മൗലവി എന്നാണ്. ഇവരെല്ലാവരും ചേർന്നാണ് തലശ്ശേരിയിൽ മുസ്ലിം ലീഗിന്റെ ശാഖ രൂപീകരിക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ അഭ്യുന്നതിക്കു വേണ്ടി, മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്കു വേണ്ടി, മുസ്ലിം സമുദായത്തിന്റെ അഭിമാനകരമായ അതിജീവനത്തിനു വേണ്ടി സമുദായം രാഷ്ട്രീയമായി സംഘടിക്കണം എന്ന ചിന്ത സജീവമായപ്പോൾ ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മലബാറിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തത് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ്. ഇവരെല്ലാവരും അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധ വഹാബികളായിരുന്നു. KM സീതി സാഹിബിനെ പോലുള്ളവർ ഈ പ്രസ്ഥാനത്തിന്റെ നാവായിരുന്നു, ഈ പ്രസ്ഥാനത്തിന്റെ തലച്ചോറായിരുന്നു, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും പ്രബോധകരും പ്രഭാഷകരും എല്ലാമായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് മുസ്ലിം ലീഗിന്റെ ശാഖ തലശ്ശേരിയിൽ രൂപീകരിക്കപ്പെടുന്നത്. തലശ്ശേരിയിൽ രൂപീകരിക്കപ്പെട്ട ഉടനെ തിരൂരങ്ങാടിയിലും മുസ്ലിം ലീഗിന് ഒരു ശാഖയുണ്ടായി. ആ ശാഖ രൂപീകരിച്ചത് മഹാനായ KM മൗലവി സാഹിബ് തന്നെയാണ്. KM മൗലവിയുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടിയിൽ ഒരു ശാഖയുണ്ടായി. KM മൗലവിയുടെ നേതൃത്വത്തിൽ ഇവിടെ മുസ്ലിം ലീഗ് പ്രവർത്തനങ്ങൾ നടന്നു. കോഴിക്കോട്ടും ഇതുപോലെ മുസ്ലിം ലീഗിന് ശാഖയുണ്ടായി. ആ ശാഖയുടെ ഈ പ്രവർത്തകരും യഥാർത്ഥത്തിൽ KM മൗലവിയുടെ ശിഷ്യന്മാർ തന്നെയായിരുന്നു, KM മൗലവിയുടെ അനുയായികൾ തന്നെയായിരുന്നു. അങ്ങനെ ഒരേ സമയം രാഷ്ട്രീയ പ്രവർത്തനം നടന്നു, അതോടൊപ്പം ഇസ്ലാഹി പ്രവർത്തനം നടന്നു, പൊതുപ്രവർത്തനം നടന്നു, എല്ലാം നടന്നു.